ഹലോ നമസ്കാരം കൂട്ടുകാരെ. GK PYQ സീരീസിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചോദ്യം എന്താണെന്ന് നോക്കാം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമേത്? ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത്? 1858. 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായാണ്. ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായാണ്. ഝാൻസി റാണിയുടെ കാലഘട്ടം 1828 ടു 1858. ഝാൻസി റാണിയുടെ കാലഘട്ടം 1828 ടു 1858. യഥാർത്ഥ പേര് മണികർണിക. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. ചബേലി, മനു എന്നും അറിയപ്പെടുന്നു. മനുഭായ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക. ചബേലി, മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണിയാണ്. ജനങ്ങൾ വിളിക്കുന്ന പേര് മനുഭായ് എന്നാണ്. ജനങ്ങൾ വിളിച്ചത് മനുഭായ് എന്നായിരുന്നു. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഝാൻസി റാണിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഝാൻസി റാണിയുടെ കുതിരകളാണ് സാരംഗി, ബാദൽ എന്നിവ. ഝാൻസി റാണിയുടെ കുതിരകളാണ് സാരംഗി, ബാദൽ എന്നിവ. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണി മരണമടഞ്ഞത് 1858 ജൂൺ 18. ഝാൻസി റാണി മരണമടഞ്ഞത് 1858 ജൂൺ 18. ഝാൻസി റാണിയെ കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയെ കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഹ്യൂഗ് റോസ്. നോക്കൂ, റോസ് കൊടുത്തിട്ടാണ് ഝാൻസി റാണിയെ കീഴടക്കിയെന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, INA വനിതാ റെജിമെൻ്റ് അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. INA വനിതാ റെജിമെൻ്റ് അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. ലക്ഷ്മിബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോറിലാണ്. ലക്ഷ്മിബായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ. ലക്ഷ്മിബായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം. ലക്ഷ്മിബായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്താണ്. ക്യൂൻ ഓഫ് ഝാൻസി എഴുതിയത് മഹീശ്വതാ ദേവിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി എഴുതിയത് മഹീശ്വതാ ദേവി. റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാറിലാണ്. റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കിട്ടിയെന്ന് കരുതുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഝാൻസി റാണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1828 മുതൽ 1858 വരെയാണ്. ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ഗൗരി ലക്ഷ്മിബായാണ്. യഥാർത്ഥ പേര് മണികർണിക. ചബേലി, മനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഝാൻസി റാണി. ജനങ്ങൾ വിളിക്കുന്ന പേര് മനുഭായ് എന്നാണ്. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഝാൻസി റാണിയുടെ കുതിരകളാണ് സാരംഗി, ബാദൽ എന്നിവ. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണി മരണമടഞ്ഞത് 1858 ജൂൺ 18. ഝാൻസി റാണിയെ കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഹ്യൂഗ് റോസ്. INA വനിതാ റെജിമെൻ്റ് അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്.
ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗോളിയോറിലാണ്. ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം, തിരുവനന്തപുരം. അപ്പോൾ കോളേജ് എവിടെയാണ്? കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗോളിയോറിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ക്യൂൻ ഓഫ് ജാൻസി എഴുതിയത് മഹേശ്വതാ ദേവി. PYQ ആണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഇതും PYQ തന്നെയാണ്. റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഇതും PYQ തന്നെയാണ്. തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ കരുതുവാണ്. അപ്പോൾ 1-2 വട്ടം കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്